ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കണ്ണൂർ സ്പെഷ്യൽ ബീഫ് ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ ബീഫ് വെച്ചിട്ടാണല്ലോ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു കഷ്ടി ഒരു കിലോ കഷ്ടി ഞാൻ ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ബിരിയാണി അരി ഒരു കിലോ ബിരിയാണി അരി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 തക്കാളി ഇങ്ങനെ ഉണ്ട് ചെറുതാക്കി ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 4 വലിയ 4 സവാള അങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളകും കൂടിയിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മല്ലി പുതിനയും കൂടിയിട്ട് ഞാനിവിടെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യ് വേണം നമുക്ക്. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങ നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയുടെ പൊടി ഞാൻ 2 സ്പൂണ് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ തന്നെ പിന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂണ് ഞാൻ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ, പിന്നെ നമ്മുടെ ഉപ്പും. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. നമുക്കിനി ബീഫ് ഇങ്ങോട്ട് പുരട്ടിയെടുക്കാം. അപ്പൊ ഞാനിപ്പോ ഇടുന്ന സമയത്ത് കറണ്ട് പോയി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എന്തൊക്കെയാണ് ഞാൻ ഇട്ടത് എന്നുള്ളത് പറയണത്. ഞാനിപ്പോൾ ഇതില് പിന്നെ 1.5 സ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഞാനൊരു 2 സ്പൂണ് പിന്നെ ഗരം മസാലയുടെ പൊടി ഇട്ടിട്ടുണ്ട്. ഒരു ഒന്നര സ്പൂൺ തന്നെ ഞാൻ ഇതിട്ടിട്ടുണ്ട്. എന്താ പറയുക, കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ ഇട്ടത്. ഇനി പിന്നെ അതേപോലെ പിന്നെ എന്താ പറയുക, നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും കൂടി പേസ്റ്റ് ആക്കി വെച്ചിട്ടില്ലേ, ആ പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കണ്ടില്ലേ, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത്രയാണ്. ഇപ്പം ഇത് ഇട്ടു. ഞാൻ പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ അപ്പോഴാണ് കറണ്ട് പോയത്. ഇനി നമുക്ക് കുറച്ച് പുതിനേൻ്റെ ഇലയും മല്ലിയും പുതിനയും ഉണ്ടല്ലോ, അതും കൂടി കുറച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങോട്ട് പരത്തി വെക്കാം. അത് ഇവിടെ നല്ല മഴയുണ്ട്. ഇതൊക്കെ ആയപ്പോഴേ കറണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയി. ഇനി ഇത് നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ ഒരു 2 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ മഞ്ഞൾപ്പൊടി കുറച്ചുണ്ടായിക്കോട്ടെ. ഇതിവിടെ ഇരിക്കട്ടെ. നമ്മുടെ ബീഫ് ഇവിടെ 10 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് എടുത്തിട്ട് ഒരു കുക്കറിലാക്കിയിട്ട് വിസിലടുപ്പിക്കാം. നല്ലോണം ഒരു 6-7 വിസിൽ വന്നോട്ടെ കേട്ടോ. ബീഫാകുമ്പോൾ നല്ല വേവുണ്ട്. പിന്നെ അത് മാത്രമല്ല, അതിൽ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം തനിയെ വന്നോളൂ. നമുക്ക് വിസിലടുപ്പിച്ച് കൊണ്ടുവരാം. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കറിയാമ്പൂവ്, പട്ട, ഏലക്കായ ഇതൊക്കെ കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറേശ്ശെ മഴ ചാർന്നുണ്ട് കൊണ്ട്. പിന്നെ കുറച്ച് നെയ്യും കൂടിയാണ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഈ അരി കൊണ്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നന്നായി തിളച്ച് വരട്ടെ. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് നമ്മളിപ്പോൾ ആ ബീഫ് വെച്ചില്ല, അത് ഈ കുക്കറിൽ വിസിലടിക്കട്ടെ. ഒരു 6 വിസിൽ, 7 വിസിൽ അടിച്ചോട്ടെ. അത് ആദ്യം നമുക്ക് നല്ല കൂട്ടി വെച്ചുകൊടുക്കാം ഫ്ലെയിം. പിന്നെ ഒന്ന് സിമ്മിലിട്ടിട്ട് ഒരു 7 വിസിൽ തന്നെ വന്നോട്ടെ. നല്ല വേവുണ്ടല്ലോ, അതാവട്ടെ. നമ്മളുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം.
അരി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇളക്കിയതിൻ്റെ ശേഷം നന്നായിട്ട് എന്നിട്ട് അടച്ചു വെക്കാം. അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. ഞാനിവിടെ ചീനച്ചട്ടി വെച്ചിട്ട് ചീനച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട്. നല്ല മഴയാണ്. മഴ കാരണം അടുക്കളയിൽ നിന്നിട്ട് ഭയങ്കര ശബ്ദം. അപ്പം ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ്. ഇനിയിപ്പോൾ ശബ്ദം അത്ര ഉണ്ടാകുന്ന അറിയാം, എന്തായാലും കുറവായിരിക്കും. ഞാൻ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാള നമുക്കൊന്നുകൊണ്ട് വഴറ്റിയെടുക്കാം. ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ഗോൾഡൻ കളറാവണ വരെ നമുക്ക് ഇങ്ങോട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇങ്ങോട്ട് മൊരിച്ചെടുക്കാം. നമ്മളുടെ ഉള്ളി ഇവിടെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി ഇത് ഇങ്ങോട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വാങ്ങി കൊടുക്കാം. നമുക്കിനി ഇതിൽ ഈ അണ്ടിപ്പരിപ്പ് ഇങ്ങോട്ട് വറുത്ത് കോരാം. നല്ല മഴയുണ്ട്, അതേപോലെ കറണ്ടും ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അടുക്കള ഒന്നും ഇങ്ങോട്ട് മാറിയത്. അടുക്കളയല്ല. അപ്പൊ നമ്മൾ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് മൂത്തിട്ട് കോരി എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് മുന്തിരിയും കൂടി ഇട്ടിട്ട് വറുത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ, ഈ ഇതിൽ തന്നെയാണ് നമ്മൾ ഇനിയിപ്പോൾ ആ സവാള വഴറ്റിയൊക്കെ ചെയ്യുക. രസത്തിന് ഇനി വേസ്റ്റാക്കി കളയണ്ടല്ലോ. ഞാൻ ചീനച്ചട്ടി ഒന്നും ഇങ്ങോട്ട് മാറ്റട്ടെ. നമ്മളുടെ സവാള അവിടെ ഒരുവിധം അങ്ങനെ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടി നമ്മൾ ആക്കിയിട്ടില്ല, അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ഈ തക്കാളി ഞാൻ നല്ല ചെറുതാക്കിയിട്ടാണ് നുറുക്കിക്കുന്നത്. അതാണ് ഞാൻ അതിന് ശേഷം ഇടാൻ കാരണം, അല്ലെങ്കിൽ അതിൻ്റെ മുന്നിടണം. നന്നായിട്ട് ചെറുതാക്കിയിട്ടാണ് ഞാൻ നുറുക്കിയിരിക്കുന്നത്. അപ്പോൾ തക്കാളിയും കൂടി അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നും ഇങ്ങോട്ട് വഴഞ്ഞ് വരട്ടെ. ഇപ്പൊ ഈ കറണ്ട് എപ്പോഴാ നിൽക്കാമോ? ഇത് കറണ്ടില്ലാത്തപ്പോ എന്താ പറയാ ഉപയോഗിക്കണ ലൈറ്റാണ്. അതൊന്നും പോരാ, ഓഫായി പോയി. ഇനിയിപ്പോ ഇത് കുറച്ച് നേരം കൂടി നിന്നാ മതിയായിരുന്നു. നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പിടാം കേട്ടോ. ഞാൻ ആ ചോറിന് കുറച്ച് കുറവാണെന്നൊരു സംശയമുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് നന്നായിട്ടിടാം. നമുക്ക് എന്നാലിനി ഈ പൊടികളെ ഓരോന്നോടെ ഇട്ട് കൊടുക്കാം. ഗരം മസാലയുടെ പൊടി ഇട്ടിട്ടുണ്ട്. ബാക്കി നമ്മൾ വെച്ചതാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. കുരുമുളക് പൊടി, മല്ലിപ്പൊടി, എല്ലാ പൊടിയും ബാക്കിയുള്ളത് മുഴുവനും ഞാൻ അതിലിട്ടിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ബീഫ് അങ്ങനെ ഇട്ട് കൊടുക്കാം. ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു.
നമുക്ക് ഇതിലേക്ക് ഇനി ചെറുനാരങ്ങയുടെ നീരുണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിയില, മല്ലിയും പുതിനയില നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് അത് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി അത് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ മസാല ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടാനൊക്കെ നോക്കാം. ഇത് ഓഫാക്കട്ടെ. നമുക്ക് ഞാൻ ഇതിൽ ഇനി ദമ്മിടാം. അപ്പൊ ആദ്യം തന്നെ ഞാനിതിൽ കുറച്ച് ബീഫ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലെ ചോറിട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തു. ഇതിപ്പോ നമുക്ക് ഈ കറണ്ട് ഇല്ലാത്ത കാരണമാണ് അങ്ങനെ കാണാൻ പറ്റാത്തത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇത് മനസ്സിലാവുണ്ടാവും ഇങ്ങനെ ഇടുന്ന കാണുമ്പോ. ഇങ്ങനെ തന്നെ ഇപ്പൊ ഈ ലൈറ്റ് ഇങ്ങോട്ട് കുറയാഞ്ഞത് നന്നായി. മറ്റേ ലൈറ്റൊക്കെ പോയി. ഇതെന്തോ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കുറച്ച് നേരം കൂടി. ചാർജ് കുറച്ചും കൂടി ഉണ്ട് അതില്. നമുക്ക് ഇതില് അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ചിട്ട് കൊടുത്തു. മല്ലി, ഇത് നമുക്ക് മല്ലിയും പുതിനയും നമുക്ക് കുറച്ച് അതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ചോറിട്ട് കൊടുക്കാം. നമുക്ക് ഇനി കുറച്ചൊരു സ്വാദ് വരാനായിട്ട് കുറച്ച് ഗരം മസാലയുടെ പൊടിയും ഞാൻ ഇതിന്റെ മേലെ ഇട്ടിട്ടുണ്ട്. അതേപോലെ കുറച്ച് നെയ്യും, 2 സ്പൂൺ നെയ്യും ഞാൻ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ മേലെ ചോറ് കുറച്ചിട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക, മുന്തിരിയും കൂടിയിട്ട്. പിന്നെ ഇനി ബാക്കിയുള്ള ഈ ബീഫ് മുഴുവനെ നമുക്ക് അതിലാണ്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ചോറ് ബാക്കിയുള്ളതും ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ചോറും അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ നമ്മുടെ ഉള്ളി നമ്മളാക്കി വെച്ചിട്ടില്ലേ അതിട്ട് കൊടുത്തു. അതിൻ്റെ മേലെ നമുക്ക് കുറച്ചും കൂടി മല്ലിയും പുതിനയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് അടച്ചു വെച്ചിട്ട് ഒന്ന് ദമ്മാക്കാം. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഒന്ന് സ്ലോയിലാണ് ഇട്ടിരിക്കണത്. ഇനി നമുക്കൊരു 4-5 മിനിറ്റ് ഒന്നിങ്ങനെ ദമ്മാവട്ടെ. അതിന് വേണ്ടി അടച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ നമുക്ക് ഇതുകൊണ്ട് വെച്ചുകൊടുക്കാം. അവിടെ ഇരിക്കട്ടെ. ഒരു കഷ്ടിയൊരു 4 മിനിറ്റ് ഒക്കെ മതി കേട്ടോ. ഒന്ന് സിമ്മലിട്ടിട്ട്
അങ്ങനെ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ ബീഫ് ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ അപ്പൊ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ. ഞാനിത് വേറെ പാത്രത്തിലാക്കിയിട്ടൊന്നും കാണിക്കുന്നില്ല, എന്താണെന്നുണ്ടെങ്കിൽ കറണ്ട് ഇല്ലല്ലോ. അപ്പൊ അതിൻ്റെ ആ ഒരു ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പൊ ഇനി എങ്ങനെ ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കിയിട്ട് പറയാം. ഏതായാലും ഉണ്ടാക്കിയതല്ലേ, ഞാനൊന്ന് ടേസ്റ്റ് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ മരുമോളാണ്. അപ്പൊ നന്നായിട്ടുണ്ട്. അവളുടെ വീട് കണ്ണൂരാണ്. അത്രയായിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പൊ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.